ഹലോ, മുഖം നന്നായി തിളങ്ങാൻ സഹായിക്കുന്ന ഒരു പാക്കാണിത്. അതിന് വേണ്ടത് 1 ടീസ്പൂണോളം കടലമാവാണ്. കടലമാവ് നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമായിരിക്കും. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന സാധനമാണ് കടലമാവ്. സ്കിൻ വൈറ്റനിങ്ങിനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കറുത്ത പാടുകളും കരുവാളിപ്പെല്ലാം മാറാനും കടലമാവ് ഒരുപാട് സഹായിക്കും. ഒരു ഫേസ് വാഷ് പോലെ സോപ്പിന് പകരം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. രണ്ടാമത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുത്താറിപ്പൊടിയാണ്. മുത്താറി എന്ന് പറഞ്ഞാൽ ചില നാടുകളിൽ ചോളാണ്ടിപ്പൊടി എന്നും അതുപോലെ തന്നെ റാഗി പൗഡർ, കുട്ടിയൊക്കെ കുറുക്കുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റാഗി പൗഡറെല്ലാം യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ അറബിക് ഫേസ് പാക്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ റാഗി പൗഡർ എന്ന് പറയുന്നത്. ഈ അറബിക് കൺട്രീസിലുള്ള സ്ത്രീകൾ ഡെയിലി ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് റാഗി പൗഡർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് മുൾത്താണി മിട്ടിയാണ്. മുൾത്താണി മിട്ടി എന്ന് പറയുന്നത് ഈ ഒരു പൊടി നിങ്ങൾ വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന, ഓയിലി സ്കിന്നുകാർക്ക് പ്രത്യേകിച്ചും അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് മുൾത്താണി മിട്ടി. വളരെ ചെറിയ പൈസക്ക് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ഓൺലൈൻ ഷോപ്പിലും അങ്ങാടിപ്പടിയിലെല്ലാം കിട്ടുന്ന ഒരു സാധനമാണ്. ആയുർവേദിക് ഷോപ്പിലെല്ലാം കിട്ടും. അപ്പോൾ അത് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഈ കഴുത്തിലുള്ള കറുപ്പ് നിറമെല്ലാം മാറിയിട്ട് അത് മാറാനെല്ലാം ഈ മുൾത്താണി മിട്ടിയും തൈരുമുള്ള പാക്ക് ഭയങ്കരമായിട്ട് സഹായിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കറുത്ത പാട്, കരുവാളിപ്പ്, അതുപോലെ തന്നെ മുഖം നല്ല നിറം തിളക്കം വരാനെല്ലാം സഹായിക്കുന്ന പാക്കാണ്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഒലീവ് ഓയിൽ വേണേൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആൽമണ്ടിൻ്റെ ഓയിലും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം തൈരാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. തൈരിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിന്നെ ആ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ലെവലായിട്ട് കിട്ടുമല്ലോ. അതായത് നമ്മുടെ ഫേസിലേക്ക് കുറച്ച് അധികം ടൈറ്റും അല്ല അധികം ലൂസും അല്ലാത്ത രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസി ആകുന്ന അത്രയും തൈര് നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ കട്ടിയൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ഒന്ന് ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കട്ട കെട്ടാണ്ട് കംപ്ലീറ്റ് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ മുഖമെല്ലാം ഒന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഫേസിലേക്ക് തേച്ച് കൊടുക്കുക. 2 മിനിറ്റ് മസാജ് ചെയ്യലെന്ന് പറഞ്ഞാൽ നിർബന്ധമുള്ള കാര്യമാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയലുണ്ട്. നിങ്ങളെ മുഖം നിങ്ങൾ വെറുതെ ഒരു ഗ്ലിസറിനോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ എല്ലാം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ തൂങ്ങിയ സ്കിന്ന് ടൈറ്റൻ ചെയ്യാനെല്ലാം സഹായിക്കും. അപ്പോൾ ഇതൊരു 25 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാണ് ചെയ്യേണ്ടത്. ഒരു ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പതുക്കുന്ന വെള്ളമൊന്നും എടുക്കരുത് കേട്ടോ. ഇളം ചൂടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, അത് ചൂടുണ്ട് എന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു രീതിക്കുള്ള പച്ചവെള്ളം, അത് തന്നെയാണ് ഇളം ചൂടുള്ള വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്ന് കഴുകിക്കളയുക. കഴുകുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ കിട്ടും. പക്ഷേ ആ ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒരു 24 അവേഴ്സ് മാത്രമേ നിൽക്കൂ. നിങ്ങൾക്കിത് പെർമനൻ്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒന്നുകിൽ ഡെയിലി ചെയ്യുക, അല്ലാത്തവർ സമയമില്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പുറത്ത് വെയിലത്ത് ഇറങ്ങാണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് മാത്രം ഇത് യൂസ് ചെയ്യുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കുക എന്നാണെങ്കിൽ, അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് 2 മിനിറ്റുള്ള മസാജൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.